കടുത്ത വേനലിനെ തുടർന്ന് കാട്ടിൽ നിന്നും 24 ആദിവാസി കുടുംബങ്ങളാണ് കാട്ടരുവിയുടെ വശം അല്ലെങ്കിൽ അടുത്ത് താമസം ഉറപ്പിച്ചിരിക്കുന്നത്. യാതൊരു സുരക്ഷയുമില്ലാതെ, ഒരു ഷീറ്റ് പോലും ഇല്ലാതെ, ഒരു പാർപ്പിടമില്ലാതെ കാട്ടരുവിക്ക് സമീപം വെള്ളം കുടിച്ച് ജീവിക്കുന്നത് 24 കുടുംബങ്ങളാണ്, ആദിവാസി കുടുംബങ്ങളാണ്. ഈ സംഭവം നടക്കുന്നത് 24 കുടുംബങ്ങൾ ജീവിക്കുന്നത് അങ്ങ് നോർത്ത് ഇന്ത്യയിലൊന്നും അല്ല കേട്ടോ, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലാണ്. ഇവിടെ നവംബർ 1-ാം തീയതി അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പരിപാടി കൊട്ടിഘോഷ് നടത്തിയിട്ടുണ്ടായിരുന്നു. ദാരിദ്ര്യം ഒരു പരിധിവരെ ഞങ്ങൾ നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. നവംബർ 1-ന് ശേഷം ഒരു ദരിദ്രർ പോലും കേരളത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഈ ദരിദ്രർ ഉണ്ടാകില്ല എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ആദിവാസി മേഖലയിലെ അല്ലെങ്കിൽ ആദിവാസി സമൂഹത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടുത്തിയിരുന്നു. ഇതാണ് നമ്മുടെ ചോദ്യം. നമുക്കൊരു വീഡിയോയിലേക്ക് കടക്കാം. പോന്നിട്ടിപ്പോൾ 2 മാസത്തോളം അയക്കണം. പുഴയ്ക്ക് മഴക്കാലം കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല. ഇനി മഴ തുടങ്ങിയിട്ടേ പോകുള്ളൂ. മഴ തുടങ്ങണ വരെ കാത്തിരിക്കുക പുഴയിൽ. ഏകദേശം കുറച്ച് മഴ തന്നെയും കിട്ടിയാൽ തന്നെ വെള്ളം കിട്ടാൻ ഇതുണ്ടാവുള്ളൂ. ഇവിടെ വീടൊന്നുമില്ല. വീടൊക്കെ ഉണ്ട്, കുറച്ച് പോകണം. പിന്നെ രാത്രിയിൽ ഈ വയസ്സ് വന്ന ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. എന്തെങ്കിലും ഇത് ആനയൊക്കെ കാണുമ്പോൾ വലിയ പാറിൻ്റെ മേലേക്ക് ഓടിക്കയറാനൊക്കെ ഭയങ്കര ഗതികേടാണ്. കുടിവെള്ളത്തിൻ്റെ ഇത് കൊണ്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ പുഴയിൽ കുറച്ച് വെള്ളം കിട്ടുമ്പോൾ അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് തന്നെ. ഭക്ഷണമൊക്കെ അപ്പം തേനൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. ഭക്ഷണങ്ങൾ എടുത്തൊന്നും കിട്ടില്ല. ഞങ്ങളിപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് കൊണ്ടുവരിക. ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് കൊണ്ടാക്കാൻ ഭയങ്കര ഇടങ്ങാറാ, ആകെ ബുദ്ധിമുട്ട്. മലപ്പുറം ജില്ലയിലെ ചാലിയാർ പഞ്ചായത്തിലെ ആടിയൻപാറ മേഖലയിലുള്ള പ്ലാക്കൽ ചോല ആദിവാസി മേഖലയിലെ 24 കുടുംബങ്ങളാണ് കാടിറങ്ങി ചൂട് സഹിക്കാനാവാതെ അവരുടെ കാട്ടരുവി വറ്റി വരണ്ടതോടുകൂടി വെള്ളം പോലും കിട്ടാനില്ലാത്തത് കൊണ്ട് കാട്ടിൽ നിന്നും അവർ കാഞ്ഞിരപ്പുഴയുടെ തീരത്ത് അവർ താമസം ഉറപ്പിച്ചിരിക്കുന്നത്. യാതൊരു അടച്ചുറപ്പും ഇല്ലാത്ത ഒരു സ്ഥലമാണ്, തുറസായ ഒരു സ്ഥലമാണ്. ആ ഒരു കാട്ടരുവിയില് വെള്ളം കുടിക്കാനായിട്ട് രാത്രി ആനകൾ വരാറുണ്ട്, അതേപോലെ തന്നെ പുലികൾ, അങ്ങനെയുള്ള ഒരുപാട് മൃഗങ്ങൾ വന്നു പോകുന്ന ഒരു സ്ഥലത്താണ് അവർ താവളം ഉറപ്പിച്ചിരിക്കുന്നത്. നാണമില്ലേ, ലജ്ജയില്ലേ എന്നാണ് നമുക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്. കാരണം അതിദാരിദ്ര്യമുക്ത കേരളം എന്ന് നവംബർ 1-ാം തീയതി ഫ്ലെക്സ് അടിച്ചിട്ട് അതിൽ വിശിഷ്ടാതിഥികളായിട്ട് വിളിച്ചുകൊണ്ടിരുന്ന ഉലക നായകൻ കമൽഹാസനെയും മഹാനടൻ മമ്മൂക്കയെയും മലയാളികളുടെ സ്വന്തം മമ്മൂട്ടിയെയും അതേപോലെ മഹാനടൻ മോഹൻലാലിനെയുമാണ്, നമ്മുടെ സ്വന്തം ലാലേട്ടനെയുമാണ്. പക്ഷേ ആ പരിപാടിയിൽ പങ്കെടുത്തത് മമ്മൂക്ക മാത്രമായിരുന്നു. എന്താണ് കാരണം? മമ്മൂക്ക വന്നിട്ട് ഒരു കാര്യം മമ്മൂക്ക വ്യക്തമാക്കിയിരുന്നു. ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. വികസനം എന്ന് നമ്മൾ പറയുമ്പോൾ വികസനം ആരുടെ വികസനമാണ്? രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല. വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ്. സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം. ദാരിദ്ര്യം പരിപൂർണമായി തുടച്ചു മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ, എന്റെ അറിവിലില്ല. കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ്. കേരള ജനത അതിന് എന്നും ആ സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിട്ടുണ്ട്. കണ്ടല്ലോ, അതിദാരിദ്ര്യമുക്ത കേരളം, ഞങ്ങൾ ദാരിദ്ര്യത്തെ ഒരു പരിധിവരെ നിർമ്മാർജ്ജനം ചെയ്തു എന്ന് ഇതുവരെ അഹങ്കരിച്ച് നടന്നവർ ഇതിൽ എന്താണ് പറയാനുള്ളത്? സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തങ്ങളുടെ അതിദാരിദ്ര്യമുക്ത കേരളം അതീവ സക്സസ് ആയി എന്ന് സ്വയം അവകാശപ്പെടുന്ന, സ്വയം പ്രഖ്യാപിതരായ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കാരണം നിങ്ങളുടെയൊക്കെ തൊലി ഉരിഞ്ഞു പോകുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് കേരളത്തിൽ ഈ ഒരു സംഭവം ഉണ്ടാക്കിയത്. എപ്പോൾ നോക്കിയാലും വടക്കോട്ട് നോക്കിയിരുന്ന് അവിടെ എന്താണോ ചെയ്യുന്നത്, അവർ തെരുവിലാണ്. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയുന്നില്ല ഈ ആദിവാസി സമൂഹത്തിൽ. അങ്ങ് വടക്കു നോക്കിയിരിക്കുന്ന കുറച്ച് ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, റെയിൽവേ ട്രാക്കിലും പല വഴികളിലെല്ലാം പ്രാഥമിക ആവശ്യങ്ങൾ പണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവർ നിർവഹിച്ചിരുന്നത് എവിടെയാണെന്നോ? വഴിവെക്കിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു പരിധിവരെ മാറ്റമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ നിങ്ങൾ കളിയാക്കി ചിരിച്ച് അപഹസിക്കുന്ന പ്രബുദ്ധ മലയാളികളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇന്ന് ഈ കേരളത്തിലെ സകല സമൂഹത്തെയും ആളുകളെയും ഒരേപോലെ നാണം കെടുത്തുന്ന രീതിയിലുള്ള
ഒരു അവഗണനയാണ് കാലാകാലങ്ങളായിട്ട് ഭരിക്കുന്ന ഓരോ ആളുകൾ, അത് LDF ആകട്ടെ UDF ആകട്ടെ ആരോ ആകട്ടെ, കേരളത്തില് ഓരോരോ ആളുകൾ ഭരിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോരോ പാർട്ടികൾ അധികാരത്തിൽ വരുമ്പോഴും ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു മേഖലയാണ് ആദിവാസി സമൂഹം എന്ന് പറയുന്നത്. കാരണം അവരുടെ വീടിൽ അടുപ്പ് ഒഴിഞ്ഞു കിടക്കുകയാണ്, കത്തിയിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല, ഭക്ഷണം കിട്ടാറില്ല, തൊഴിലില്ല, ചൂഷണത്തിന്റെ അങ്ങേയറ്റം പീക്ക് ലെവലാണ് അവർ അനുഭവിക്കുന്നത്. ആദിവാസി സമൂഹത്തിലെ ക്രൂരത നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ്. നമുക്ക് മധുവിനെ ഓർമ്മയില്ലേ? ആ ഭക്ഷണം കട്ടു എന്ന് പറഞ്ഞ് ഒരു കൂട്ടം നരാധമന്മാർ, പ്രബുദ്ധ മലയാളികൾ തല്ലിക്കൊന്ന മധു, ആൾക്കൂട്ട കൊലപാതകം നടത്തിയ മധു. ഈ മധു എല്ലാം ഒരു ഇരയാണ്. എന്തിന്റെ ഇര? ആദിവാസി സമൂഹത്തെ പാടെ അവഗണിക്കുന്നതിന്റെ ഇരയാണ്. അട്ടപ്പാടിയിലെ ആദിവാസികൾ പട്ടിണി മരണം നേരിടുമ്പോഴും പാലക്കാട് ജില്ലയിലെ പട്ടികവർഗ ഓഫീസുകളിൽ ചെലവഴിക്കാതെ നിഷ്ക്രിയമായി കിടക്കുന്നത് 3,30,89,202 രൂപയാണ്. ഒരിടത്ത് പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ പോലും അവർക്ക് അർഹതപ്പെട്ട അവരുടെ അവകാശം പോലും അവർക്ക് ലഭിക്കുന്നില്ല. ഇത് പാടെ തടയുകയാണ്. ഈ സംഭവം നടക്കുന്നത് നമ്മുടെ പ്രബുദ്ധ കേരളത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇപ്പോൾ ഞാൻ വായിച്ച വാർത്ത 2025 സംഭവമാണ്. 3,30,00,000 രൂപ അവർക്ക് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ 2.78 കോടി രൂപയാണ് വിവിധ ബാങ്കുകളായിട്ട് അവശേഷിക്കുന്നത്. ആദിവാസി സമൂഹത്തിന് പല സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി സർക്കാർ അനുവദിച്ച തുകയാണിത്. പക്ഷേ ഈ തുകയിൽ ഒരംശം പോലും അവർക്ക് ലഭിക്കുന്നില്ല. 3,30,00,000 രൂപ അക്കൗണ്ടിൽ കിടക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ നിലവിലുള്ള 2,78,00,000 രൂപയാണ് പല പല അക്കൗണ്ടുകളായിട്ടുള്ളത്. അത് ഏതൊക്കെ അക്കൗണ്ടുകളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് SBI അക്കൗണ്ടില് 1,74,24,167 രൂപയും, രണ്ടാമത്തെ അക്കൗണ്ട് 1,01,30,819 രൂപയുമാണ് നിഷ്ക്രിയമായി കിടക്കുന്നുവെന്ന് കണക്കുകൾ പരിശോധിച്ചതിൽ വ്യക്തമായത്. കാനറ ബാങ്കിലെ അക്കൗണ്ട് 2,62,651 രൂപയെ നിലവിലുണ്ട്. ഇത്രയും രൂപ അവർക്ക് കൊടുക്കേണ്ട രൂപ, അവർക്ക് ലഭിക്കേണ്ട രൂപയാണ് യാതൊരു കണക്കുമില്ലാതെ കെട്ടിക്കിടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് അവരിലേക്ക് എത്താത്തത്? അവർക്കാണെങ്കിൽ ഒരുപാട് പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം യഥാവിധം ഭക്ഷണമില്ല, വസ്ത്രമില്ല, തൊഴിലില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസമില്ല. ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവരെ സമൂഹം നോക്കുന്നത് തന്നെ. അതായത് ഇതിൽ അവരെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് നമ്മുടെ ഈ സമൂഹം തന്നെയാണ്. കാരണം അവർക്ക് വിദ്യാഭ്യാസമില്ല, ജോലിയില്ല. ജോലി ഉണ്ടെങ്കിലല്ലേ വരുമാനം ഉണ്ടാവുകയുള്ളൂ. വരുമാനം ഉണ്ടായാലല്ലേ വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ എത്തുകയുള്ളൂ. ആ ഭക്ഷണം പോലും എത്താതിരുന്നത് കൊണ്ടാണ് മധു എന്നൊരു ആദിവാസി യുവാവ് ഭക്ഷണത്തിന് വേണ്ടി തെരുവില് കക്കാൻ ഇറങ്ങിയത്, മോഷ്ടിക്കാൻ ഇറങ്ങിയത്. മോഷ്ടിച്ചതോ ആൾക്കൂട്ട കൊലപാതകം നടത്തി അവരെ കെട്ടിയിട്ട് വിചാരണ നടത്തി തല്ലി, ഒരു പുഴുത്ത പട്ടീനെ തല്ലി കൊല്ലുന്ന പോലെയാണ് തല്ലിക്കൊന്നത്. ഇത് മലയാളികൾ നമ്പർ 1 കേരളമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടായ ചെകുത്താന്മാരുടെ മുഖമാണ് കേരളക്കര കണ്ടത്. ഇപ്പോഴും കേരളം ഭരിക്കുന്നതും ഇനി ഭരിക്കാൻ പോകുന്നതും ആരായാലും അവരൊന്നും ആദിവാസി സമൂഹത്തോട് ഒരു തരത്തിലും അവരെ അവഗണിക്കുക തന്നെ ചെയ്യുകയുള്ളൂ. കാരണം അവരൊരിക്കലും പരിഗണിക്കുകയില്ല എന്നതിന് തെളിവാണ് ഇവിടെ UDF ഭരിച്ചു, LDF ഭരിച്ചു. എന്തിന് 2 പ്രാവശ്യം ഇവിടെ തുടർഭരണം വരെ ഉണ്ടായി. ഇനി 3ാമത് തുടർഭരണം ഉണ്ടാവുമോ എന്നറിയില്ല. അതോ 10 വർഷമായിട്ട് അധികാരത്തിൽ കയറാത്ത UDF അധികാരത്തിൽ വരുമോ എന്നറിയില്ല. പക്ഷേ വന്നാലും ആദിവാസി സമൂഹത്തിന് വേണ്ടി എന്താണ് ഇവർ ചെയ്തിരിക്കുന്നത് ഒന്ന് പറഞ്ഞു തരാമോ? ഒരാളും ശബ്ദിക്കുകയില്ല. കാരണം ശബ്ദിക്കുന്ന നിശബ്ദരാക്കുകയാണ് ചെയ്യുന്നത്. പല റിപ്പോർട്ടേഴ്സും അവിടെ പോയിട്ട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് ഇവർ അനുഭവിക്കുന്ന വേദനയും യാതനയും എല്ലാം. പട്ടിണിയാണെന്ന് പോലും പറഞ്ഞിട്ടും കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത ഇപ്പോഴുമുള്ള ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഇവരുടെയൊക്കെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന രീതിയിലാണ് അതിദാരിദ്ര്യമുക്ത നിർമ്മാർജ്ജന കേരളം എന്നൊരു പരിപാടി കൊട്ടിഘോഷ് നവംബർ 1-ാം തീയതി കേരളപ്പിറവി ദിനത്തിൽ മലയാളികൾ കൊണ്ടാടിയത്. 2021 സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എടുത്ത പ്രധാന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന പരിപാടി. പക്ഷെ അത് നടന്നോ? ഇല്ല. അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അതിദാരിദ്ര്യ സർവേ ആരംഭിച്ചു. അവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് ഭക്ഷണം, ആരോഗ്യസ്ഥിതി, വരുമാനം, പാർപ്പിടം എന്നീ 4 പ്രധാന ഘടകങ്ങളാണ്. ഈ 4 പ്രധാന ഘടകങ്ങളും യഥാവിധം മലപ്പുറത്തെ ഈ ഒരു ആദിവാസി സമൂഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അവര് കാഞ്ഞിരപ്പുഴയുടെ തീരത്ത് അഭയം തേടുമായിരുന്നോ?
യാതൊരു ഷെൽട്ടറും ഇല്ലാതെ കുട്ടികളാണെങ്കിൽ കിടക്കുന്ന ഷീറ്റിന്റെ അടിയിലാണ് കിടക്കുന്നത്. ഇതൊക്കെയാണോ നമ്പർ 1 ആരോഗ്യ കേരളം? നാണമുണ്ടോ ലജ്ജയുണ്ടോ എന്ന് ചോദിക്കാനല്ലാതെ വേറെ ഒരു നിവൃത്തിയും ഇനിയില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് അത്രത്തോളം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ആദിവാസി സമൂഹങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ആര് ഭരിച്ചാലും അവരിലേക്ക് കൃത്യമായിട്ട് എത്തുന്നില്ല എന്ന് മാത്രമല്ല, അതെല്ലാം പലരുടെ പോക്കറ്റിലും പല വ്യക്തികളുടെയും പല പ്രസ്ഥാനത്തിന്റെയും പേരിൽ അട്ടിമറിക്കപ്പെടുകയാണെന്നുള്ളതിന്റെ തെളിവ് ഇതിനേക്കാൾ വലുതായിട്ട് ഒന്നും തന്നെ ലഭിക്കാനില്ല. ഇനി ആര് വന്നാലും ഇനി അവർക്കൊരു പരിഗണന ലഭിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കേന്ദ്രത്തിൽ നിന്ന് പോലും അവർക്ക് പല സഹായങ്ങൾ ലഭിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും അവരിലേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ട് എത്തുന്നില്ല എന്നതൊരു ചോദ്യചിഹ്നമാണ്. അത് ഈ വീഡിയോ കാണുന്ന ഓരോ മലയാളികളും സ്വയം ചോദിക്കുക. അവർക്ക് വേണ്ടി എന്താണ് ഈ ഒരു സർക്കാർ, ഇപ്പോഴുള്ള സർക്കാരും ഇതിനു മുമ്പ് ഭരിച്ചവരും ചെയ്തിരുന്നത് എന്ന്.